സംസ്ഥാനത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലേക്കാണ്. അത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന തട്ടിപ്പ് വാർത്തകളാണ്. സർക്കാർ ഇക്കാര്യത്തിൽ കർശന നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി വഴി പരിശോധന നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും ആലോചനയിലുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ മേഖലയിൽ ഉള്ളവർ കൂടുതലും തിരുവനന്തപുരം നഗരത്തിലെന്ന CAG റിപ്പോർട്ടിലെ വിവരങ്ങളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. അഭിമാന പദ്ധതിയിൽ കൈയിട്ട് വാരിയവർക്കെതിരെ നടപടിയെടുക്കാൻ അരയും തലയും മുറുക്കിയിറങ്ങിയിരിക്കുകയാണ് സർക്കാർ. പഴുതടച്ച പരിശോധനകൾ നടത്തി മസ്റ്ററിംഗിലടക്കം കർശന നിബന്ധനകൾ ആലോചനയിലുണ്ട്. അനർഹമായി പെൻഷൻ വാങ്ങുന്നുവെന്ന നിരവധി പരാതികൾ ഇതിനോടകം സർക്കാരിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. തട്ടിപ്പ് വിവരം പുറത്തായതോടെയാണ് കത്തായും ഇമെയിലായും പരാതികൾ എത്തുന്നത്. ഈ പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. ഇതിന് പിന്നാലെയാണ് സോഷ്യൽ ഓഡിറ്റ് പരിശോധനയ്ക്ക് തീരുമാനമായത്. പെൻഷൻ തട്ടിപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കാൻ തീരുമാനമായി. ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കും. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കാനാണ് തീരുമാനം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ക്രമക്കേട് കാണിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നും മന്ത്രി K. രാജൻ. അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടും. ഗവൺമെൻറ് പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായവും. കാരണം ആളുകൾ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. വകുപ്പ് തല നടപടികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യ വിശദീകരണം തേടും. തുടർന്ന് നടപടിയിലേക്ക് കടക്കും. ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ട പലിശ സഹിതമുള്ള തുകയുടെ വിശദാംശങ്ങളും വകുപ്പുകൾക്ക് കൈമാറും. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന 9201 പേർ സർക്കാരിനെ കബളിപ്പിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തെന്നായിരുന്നു CAG കണ്ടെത്തൽ. ഇതിൽ തന്നെ സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാരും കൂടുതൽ. 347 പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ തട്ടിപ്പുകാർ. ഇവർ 1.53 കോടി രൂപ ക്ഷേമ പെൻഷനിൽ നിന്ന് തട്ടിയെടുത്തു. കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത്. 169 സർക്കാർ തട്ടിപ്പുകാർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട്. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. സർക്കാരിന്റെ മുഖത്തടിച്ചതുപോലെയുള്ള ഉദ്യോഗസ്ഥ ക്രമക്കേടിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ പങ്കാണ് ഇനി അറിയേണ്ടത്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അനധികൃതമായി പെൻഷൻ തുക തട്ടിയെടുത്തവർക്കെതിരെ കടുത്ത നടപടി വേണം എന്നാണ് പൊതുജനം പറയുന്നത്. അർഹതപ്പെട്ടവരുടെ പെൻഷൻ പണം കൈയിട്ട് വാരിയതിൽ ഒരു ന്യായീകരണവും ഇല്ലെന്നും ജനങ്ങൾ പറയുന്നു. പ്രതികരണങ്ങളിലേക്ക്. ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനെല്ലാം പൈസകൾ ഓരോന്ന് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട ഭാഗങ്ങളെല്ലാം ആ ഗവൺമെൻറ്റും അതിൻ്റെ അധികാരികളുമാണ്. അല്ല നമ്മളെപ്പോലുള്ളവരുടെ അഭിപ്രായമല്ല. അത് ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില കാര്യങ്ങളാണ്. ഒരു വീട്ടിൽ ഒരു പെൻഷൻ അല്ലെങ്കിൽ ഒരാൾക്ക് കഴിയാൻ ഒരു പെൻഷൻ, അല്ലാതെ ക്ഷേമ പെൻഷൻ ഒരു സൈഡ്, ഫാമിലി പെൻഷൻ ഒരു സൈഡ്, ഇതെല്ലാം കൈപ്പറ്റുന്ന ഒരു വീട്ടിൽ തന്നെ കൈപ്പറ്റുന്ന ഒരു വ്യക്തി തന്നെ മിക്ക സ്ഥലത്തുമുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വരുന്നത് ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ടാണ്. കോട്ടയത്ത് ഹെവി റെയിൻ എന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിൽ നല്ല മഴയുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. പാലായിൽ വെള്ളം കയറുമോ എന്നാണ് ആതിര സുജിത്തിൻ്റെ ചോദ്യം. ലീവ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഗീതാ ബാബുരാജ് ചോദിക്കുന്നു എറണാകുളത്ത്. കെവിൻ കെ എബ്രഹാം പറയും ഇതുപോലെ ഒരു കാറ്റും മഴയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വിവിധ ഇടുക്കിയിൽ ഹെവി റെയിൻ എന്ന് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രേക്ഷകർ ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ അറിയിക്കുന്നത്.